മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പ്രിയങ്ക ചോപ്ര എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. ഒരു 3-4 ദിവസം മുമ്പ് പല പത്രങ്ങളിലും വാർത്ത വന്നു. പ്രിയങ്ക ചോപ്രയുടെ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അവരുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു വാർത്ത. കാരണം പ്രിയങ്ക ചോപ്രയുടെ അമ്മ മുത്തശ്ശിയോ മറ്റോ, അമ്മയാണോ മുത്തശ്ശിയാണോ കൃത്യമായിട്ട്, മേരി ക്രിസ്ത്യാനിയാണ്. അവർ കല്യാണം കഴിച്ചത് ചോപ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെയാണ്. ആ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു എന്ന കാരണത്താൽ അവരെ പള്ളിയിൽ ശവമടക്കാൻ അനുവദിച്ചില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പള്ളിയിൽ അടുക്കണമെന്ന്. ആ പള്ളിക്കാർ പറഞ്ഞു, ഇവിടുത്തെ നിയമം അനുസരിച്ച് ഹിന്ദുവിനെ വിവാഹം കഴിക്കുകയോ ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് പോവുകയോ ചെയ്താൽ അവരെ ശവമടക്കാൻ പള്ളിക്കാർ തയ്യാറാവില്ല. സ്ട്രിക്റ്റ് നിയമമാണ്. എനിക്ക് അത്ഭുതം തോന്നിയത് ഈ ലവ് ജിഹാദിനെ കുറിച്ചും മുസ്ലിമിനെ ഹിന്ദു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചും ക്രിസ്ത്യാനിയെ ഹിന്ദു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചും എല്ലാം എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത, ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ പത്രമാധ്യമങ്ങൾ അതിനെക്കുറിച്ച് എത്രയാ കുട്ടിഘോഷിക്കുക, എത്രയാ അതിനെക്കുറിച്ച് വിമർശിക്കുക. പക്ഷേ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച് ക്രിസ്ത്യാനിയായി വളർന്ന് ഹിന്ദുവിനെ വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ അവരെ പള്ളിയിൽ അടക്കാൻ വിടില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഭീഷണിയാണ്, സമൂഹത്തിലെ അംഗങ്ങൾക്കുള്ള ഭീഷണിയാണ്. നീയും എങ്ങാനും ഹിന്ദുവിന്റെ കൂട്ടത്തിൽ പോവുകയോ, അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയിരുന്നു. അഗസ്റ്റിൻ ശരിക്കും ക്രിസ്ത്യാനിയാണ്. പക്ഷേ ശബരിമലയിലേക്ക് പോകും, ഗുരുവായൂരിലേക്ക് പോകും, ചോറ്റാനിക്കരയിലേക്ക് പോകും, പള്ളിയിലേക്ക് മുടങ്ങാതെ പോകും. അയാൾ ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും അഗസ്റ്റിൻ പോയിരുന്നു എന്ന കാരണത്താൽ അയാളുടെ ശവവും പള്ളിയിൽ അടക്കാൻ അനുവദിച്ചില്ല. അപ്പൊ ഈ പ്രിയങ്ക ചോപ്ര എന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയുടെ ശവശരീരവും പള്ളിയിൽ അടക്കാൻ അനുവദിച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഫേസ്ബുക്കില് പ്രസിദ്ധനല്ല, സാധാരണക്കാരനായിട്ടുള്ള അഗസ്റ്റിന്റെ ജീവിതം. എന്തുകൊണ്ട് പത്രമാധ്യമങ്ങൾ ഇതിനെതിരെ ഒന്നും പറയണില്ല? പത്രമാധ്യമങ്ങൾക്ക് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അതും ഹിന്ദുക്കളുടെ നെഗറ്റീവില് മാത്രം, പോസിറ്റീവിൽ ഒരു താല്പര്യമില്ല. ഏതായാലും അതങ്ങനെ ഇരിക്കട്ടെ. ആ 2 സംഭവവും എടുത്ത് എനിക്ക് ക്രിസ്ത്യാനികളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ തിരുവനന്തപുരത്തെ പാളയത്തിനപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. അവിടെ നമ്മുടെ ജനറൽ ആശുപത്രി വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ പള്ളി കാണുക. ആ പള്ളിയിൽ മേജർ പാർട്ട് സെമിത്തേരിയാണ്, ഓരോരുത്തരുടെ ശവം അടക്കിയിരിക്കുന്നതാണ്. ആ പ്രദേശത്തുള്ള വീടുകളിലെ കിണറുകളിലൊക്കെ ഈ മനുഷ്യന്റെ ശരീരത്തിലെ ഫാറ്റ് ഇങ്ങനെ വെള്ളത്തിൽ വരുന്നത് കാണാം. അതായത് ഡെഡ് ബോഡി ചീഞ്ഞ് പുഴുത്ത ഡീകമ്പോസ് ചെയ്യാതെ അതെങ്ങനെ വലിയ വലിയ പുഴുവാണ്. മനുഷ്യന്റെ ശരീരമായാലും ഏത് മൃഗത്തിന്റെ ശരീരമായാലും ആ പുഴു ഇങ്ങനെ ഹരിക്കുന്ന കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും, എല്ലാ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും പറയാനുള്ളത്, മനുഷ്യൻ ജനിക്കുന്നു, മനുഷ്യൻ നിലനിൽക്കുന്നു, മനുഷ്യൻ മരിക്കുന്നു. ഈ മരിക്കുന്നത് കൊണ്ടുപോയിട്ട് വിശുദ്ധമായിട്ടുള്ള ദേവാലയത്തിൽ ആ ചീഞ്ഞു നാറുന്ന ശരീരത്തിനെ പുഴുവരിക്കുന്ന ശരീരമാക്കി ആ വിശുദ്ധം എന്ന് പറയുന്ന ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് അവിശുദ്ധമാക്കുന്നതിന് പകരം ശരിക്ക് ആ മലിനീകരണമാണത്. ഡെഡ് ബോഡി എന്ന് പറയുന്നത് തന്നെ അപവിത്രമാണ്, ശവം എന്ന് പറയുന്നത് തന്നെ അപവിത്രമാണ്. അത് ചീയുന്ന ശരീരം അത് ഈ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ദേവാലയത്തിൽ കൊണ്ട് വയ്ക്കാം. അതിൻ്റെ മുകളിൽ നിങ്ങൾ തന്നെ ആരാധിക്കുന്ന കഴുത്തിലിട്ടുകൊണ്ടും നടക്കുന്ന കുരിശു കൊണ്ടുപോയിട്ട് വയ്ക്കാം. അതും അവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾ മരിക്കുമ്പോഴും, നിങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുമ്പോഴും, ഈ അച്ഛന്മാരും ബിഷപ്പുമാരും കന്യാസ്ത്രീകളും ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടയും ചെയ്യില്ല ഭാരതത്തില്. അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒരു പള്ളിയുടെ സപ്പോർട്ടില്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു മുസ്ലിമിന് ജീവിക്കാനും ഒരു കുഴപ്പമില്ല, ഹിന്ദുവിന് അമ്പലത്തിലെ സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ ഒരു വിഷമവും, ഒരു പുരോഹിതന്റെയും സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ ഒരു വിഷമവും. ഞാൻ എൻ്റെ 2 മക്കളോടും പറഞ്ഞിരിക്കുന്നത്,
നിങ്ങളൊരു ഹിന്ദുവിനെ വിവാഹം കഴിക്കണം, അവൻ വെജിറ്റേറിയൻ ആവണമെന്നേ ഉള്ളൂ. ഞാൻ പൂണൂലിട്ട് പൂജ പഠിച്ച് പൂജ ചെയ്യുന്ന ശരിക്ക് സോ കോൾഡ് ബ്രാഹ്മിനിക്കൽ ഫാമിലിയിൽ ജനിച്ചതാണ്. ഞാൻ വിവാഹം കഴിച്ചതും ജാതകം നോക്കിയിട്ടല്ല. ഞങ്ങൾ മുന്നാളാണ്, ഞാനും ഭാര്യയും. ജാതകം പഠിക്കാത്തത് കൊണ്ടല്ല, അസ്ട്രോളജി പഠിക്കാത്തത് കൊണ്ടല്ല, അതിനെ എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ അല്ല ഞാൻ വിവാഹം കഴിച്ചത്. അങ്ങനെ നല്ലൊരു കുട്ടിയാണെന്ന് തോന്നി, ഇനി ജാതകം ചേരുമോ എന്ന് അന്വേഷിച്ചു പോയാൽ ചേരില്ലെന്ന് 100% അറിയാം. അപ്പോ സമൂഹമൊന്നും എന്നെ എതിർത്തില്ല. എൻ്റെ മകളോടും പറഞ്ഞത് ഇഷ്ടമുള്ള ആള്, നല്ല ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ ഹിന്ദു ആയിരിക്കണം നിർബന്ധമാണ്, അതേപോലെ തന്നെ വെജിറ്റേറിയൻ ആയിരിക്കണം. അവള് അങ്ങനെ തന്നെ വിവാഹം കഴിച്ചു. മകനോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ വേറൊരു വിഷയം ഇതിനിടയ്ക്ക് കൊണ്ടുവന്നതല്ല. ഈ സമൂഹത്തിൽ ഇവരൊക്കെ വിചാരിച്ചാൽ നമ്മളെ കുറേയധികം കുത്തുവാള എടുപ്പിക്കാൻ സാധിക്കുമെന്ന് ധരിക്കുന്നത് മതമേധാവികളൊക്കെ വിചാരിച്ചാൽ ഒന്നുമില്ല. ഒരു ബിഷപ്പും ഒരു കർദിനാളും ഒരു പാത്രിയാർക്കീസ് ബാവയും ഒരു ഭദ്രാസന മെത്രാപ്പൊലീത്തയും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ലെന്ന് മാത്രമല്ല, അവര് തന്നെ നിലനിൽക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പൈസയും കൊണ്ടാണ്. തിന്നാനും കുടിക്കാനും എല്ലായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് കല്യാണം കഴിക്കുകയോ മാമോദീസ മുക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഈ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ഈ ചീഞ്ഞ് നാറുന്ന പുഴുത്ത രീതിയിൽ അതിനെ അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി പള്ളിയിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടല്ലേ. അത് 5-10 മിനിറ്റ് കൊണ്ട് തീരുന്ന ജസ്റ്റ് ഇലക്ട്രിക് ക്രമറ്റോറിയം 1000 രൂപയുടെ ചെലവേ ഉള്ളൂ. ചെലവ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പാത്രം ഭസ്മം മാത്രമായിട്ട് കിട്ടും. പുഴു ഇല്ല. അയൽവക്കത്തെ കിണറ്റിലേക്ക് മനുഷ്യന്റെ നെയ്യ് അരിച്ചിറങ്ങുന്ന ഗതികേടില്ല. ആ പ്രേതം മാതിരിയുള്ള എല്ല് അവശേഷിക്കുന്ന അവസ്ഥയില്ല. ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. ഒരു പള്ളിക്കാർ വിചാരിച്ചാലും നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഹോട്ടലുകൾ ഉള്ളയിടത്തോളം ഇവർക്കാർക്കും നിങ്ങളുടെ ഭക്ഷണം മുടക്കാൻ സാധിക്കില്ല. കിണർ ഉള്ളയിടത്തോളം ഇവർക്ക് നിങ്ങളുടെ വെള്ളം മുടക്കാൻ സാധിക്കില്ല. അന്തരീക്ഷത്തിലെ വായു ഉള്ളയിടത്തോളം വായു നിങ്ങൾക്ക് തരാതിരിക്കാൻ സാധിക്കില്ല. മാട്രിമോണിയൽ കോളം ഈ പത്രമാധ്യമങ്ങളിൽ ഉള്ളയിടത്തോളം ഇഷ്ടമുള്ള പെണ്ണിനെയോ ആണിനെയോ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. രജിസ്റ്റർ ഓഫീസ് ഉള്ളയിടത്തോളം കാലം അവിടെ ചെന്ന് വിവാഹം രജിസ്റ്റർ നടത്താൻ ഒരു വിഷമവും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പോലെയുള്ള ക്ഷേത്രങ്ങൾ ആയിരക്കണക്കിനുണ്ട്. അവിടെ ചെന്നിട്ട് 101 രൂപയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ, ഗുരുവായൂരിൽ ചെന്ന് 101 രൂപയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു തുളസിമാലയും തന്ന് ഭംഗിയായിട്ട് വിവാഹം നടത്തി തരും. ഒരു പള്ളിയിലച്ഛനും വേണ്ട, ഇനി പൂജാരി വേണ്ടെങ്കിൽ പൂജാരിയും വേണ്ട, തന്നെത്താനെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിവാഹം കഴിച്ചിടും. എന്തിനാ ഈ കള്ളന്മാരായ അച്ഛന്മാരുടെ പുറകെ, ഈ യേശുക്രിസ്തുവിനെ ആണിയടിച്ച കുരിശിന്റെ പുറകെ ഒരു നല്ല വിശുദ്ധ ദേവാലയം മുഴുവനും ചീഞ്ഞു നാറുന്ന ശവം കുഴിച്ചിട്ട് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അവനവന്റെയും ശരീരം പുഴുവരിച്ച് നശിപ്പിക്കുന്നതിന് പകരം ഈ പ്രിയങ്ക ചോപ്രയും അഗസ്റ്റിനും അവരുടെയൊക്കെ, പിന്നെയും പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ വേറൊരു പള്ളിയിലാണ് കുഴിച്ചിട്ടത്. ഏതായാലും കുഴിച്ചിടാതിരിക്കുക. വെറുതെ ചിന്തിച്ചു നോക്കാം. ഇന്ന് അച്ഛൻ്റെ ശരീരം കുഴിച്ചിട്ടാൽ ഒരു 25 ദിവസം കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും? ഒന്ന് തുറന്നു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? വെറുതെ ഇമാജിൻ ചെയ്യുക. അതിന് പകരം അഗ്നിയിലേക്ക് അങ്ങ് കൊടുക്കാം, നല്ല ഭംഗിയായിട്ട്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് പോരുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മണ്ണിൽ കുഴിച്ചിടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അമേരിക്കയിലെ ക്രിസ്ത്യാനികളില് 57% പേരും ഇപ്പൊ കത്തിക്കാണ്, ക്രിമേഷൻ നടത്തുകയാണ്, മണ്ണിൽ കുഴിച്ചിടുക അല്ല ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചെയ്യാമെങ്കിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾ മുഴുവനും ഇപ്പൊ ഇലക്ട്രിക് ക്രമറ്റോറിയം ഉപയോഗിക്കുന്നു എങ്കിൽ, ക്രിസ്ത്യാനികളായിട്ടും ഉപയോഗിക്കുന്നു എങ്കിൽ, നിങ്ങൾ എന്തിനാ ഈ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും പുറകിൽ അവരുടെ അന്ത്യകൂദാശയം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് 10,000 രൂപയും കൊടുത്ത്, വലിയ വലിയ വീട്ടിലുള്ളവർക്ക് 50,000 രൂപ കൊടുത്ത് ബിഷപ്പും കർദിനാളും മെത്രാനും വരും. ചെറിയ ചെറിയ ആൾക്കാർക്ക് നാടാർ ക്രിസ്ത്യൻ അച്ഛനോ അല്ലെങ്കിൽ ദളിത ക്രിസ്ത്യൻ അച്ഛനോ ആയിരിക്കും വരിക. ഈ വർണ്ണവിവേചനം അവിടെയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് ചിന്തിക്കാം. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും അവനവൻ്റെയും മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഇലക്ട്രിക് ക്രമറ്റോറിയത്തിൽ ദഹിപ്പിക്കുക, പുഴുവരിച്ച് നശിപ്പിച്ച് നാറി പുഴുത്ത് അവർക്ക് നിത്യ നരകം കൊടുക്കാതിരിക്കുക. പ്രണാമം, നമസ്കാരം.